ശബരി റെയിൽവേ പദ്ധതി അല്ലെ എയർപോർട്ട് മലയോരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്നൊരു സംഭവമാണ്, ഒരു വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായി ഹിൽഡഫ് അതിൻ്റെ മുമ്പിൽ തന്നെ കാണും എപ്പോഴും. ഈ രണ്ട് പദ്ധതിയും വരുമ്പോൾ നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു വികസനമാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വിഴിഞ്ഞം പോർട്ടുമായിട്ട് ഈ ശബരി റെയിൽവേ പദ്ധതി കണക്റ്റ് ആക്കണമെന്ന് പറയുന്നത്. നമസ്കാരം. ദീർഘകാലമായി കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന അങ്കമാലി ശബരിമല റെയിൽപാത യാഥാർത്ഥ്യമാകും എന്ന് ഇക്കഴിഞ്ഞ ദിവസം റെയിൽവേ കായിക മന്ത്രിയായ വി അബ്ദുറഹിമാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ റെയിൽപാത വിഴിഞ്ഞം തുറമുഖം വരെ നീട്ടണം എന്ന ആവശ്യവുമായി ഹിൽഡഫ് എന്ന സംഘടന രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ സംഘടനയുടെ ഭാരവാഹിയായ അശ്വന്ത് ഭാസ്കർ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഈ ശബരിമല റെയിൽവേ വികസനത്തെ ഹിൽഡഫ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഹിൽഡഫിനെ സംബന്ധിച്ച് മലയോര പ്രദേശത്തിൻ്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ സ്വാഭാവികമായും ശബരി റെയിൽവേ പദ്ധതി അല്ലെ എയർപോർട്ട് മലയോരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്നൊരു സംഭവമാണ്, ഒരു വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായി ഹിൽഡഫ് അതിൻ്റെ മുമ്പിൽ തന്നെ കാണും എപ്പോഴും. ഇങ്ങനെ അതായത് ഈ രണ്ട് പദ്ധതിയും വരുമ്പോൾ നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു വികസനമാണ് വരുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഹിൽഡഫ് ഉണ്ടാവും. ഇപ്പോൾ ഹിൽഡഫ് കുറേ നാളായിട്ട് എൻ്റെ പുറകിലുണ്ട്. ഇപ്പോൾ ഞാനാണ് ഈ ശബരി റെയിൽവേ ആക്ഷൻ കൗൺസിലിൻ്റെ കൺവീനറായിരുന്നു. മുൻ MLA രാജു അബ്രഹാം ചെയർമാനായ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശബരി റെയിൽവേ എന്ന് പറയുന്ന ഒരു 6 ജില്ലയിൽ കൂടെ മാത്രമുള്ള അല്ല അത് രാജ്യത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അപ്പം കോടിക്കണക്കിന് അയ്യപ്പഭക്തന്മാർ വരുന്ന പദ്ധതി, അതിനോടൊപ്പം തന്നെ സർവ്വ മേഖലയ്ക്കും ഉണർവുണ്ടാകും. അതായത് ടൂറിസമായാലും പിൽഗ്രിം, വാണിജ്യം. അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടേക്കുന്നത് എന്താ, ഇപ്പം ഈ വിഴിഞ്ഞം പോർട്ടുമായിട്ട് കണക്റ്റ് ആക്കണമെന്നാണ് പറയുന്നത്. കണക്റ്റ് ആക്കുമ്പോൾ ഈ പിന്നെ ഫ്ലൈവുഡ്, അതുപോലെ പൈനാപ്പിൾ കൃഷി ഒക്കെ ഭയങ്കരമായ മാറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഹിൽഡഫ് പോലൊരു NGO ഇതിന് മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എല്ലാ സ്റ്റേറ്റിലും ബന്ധപ്പെട്ട് ആ സ്റ്റേറ്റിലെ അവിടുത്തെ മുഖ്യമന്ത്രിമാരെ കണ്ട് കാര്യങ്ങൾ ചെയ്യാനൊരു പ്ലാനുണ്ട്. അതായത് ഈ വിഴിഞ്ഞം പോർട്ടുമായി കണക്ട് ചെയ്യണമെന്ന് പറയുന്നതിനുള്ള വ്യക്തമായുള്ള ഒരു കാരണം വിശദീകരിക്കാം. തീർച്ചയായും അത് വാണിജ്യപരമായി നോക്കുന്നുടനെ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ടൊരു പോർട്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫ്ലൈവുഡ് ഫാക്ടറി, ഏലം, കുരുമുളക്, അതൊക്കെ നേരിട്ട് ഇടനിലക്കാരില്ല, നേരിട്ട് അന്തർദേശീയ തലത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വിഴിഞ്ഞം പോർട്ടുമായിട്ട് ഈ ശബരി റെയിൽവേ പദ്ധതി കണക്റ്റ് ആക്കണമെന്ന് പറയുന്നത്. എന്തായാലും ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന ഉണ്ടായത്. കേരളത്തിലെ ജനങ്ങൾ ഏറെ കാത്തിരുന്ന അങ്കമാലി ശബരിമല റെയിൽപാത യാഥാർത്ഥ്യമാകും എന്നുള്ളത്. എന്തായാലും ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി റെയിൽവേയുടെ വിദഗ്ധ സംഘം ജൂലൈയിൽ കേരളത്തിൽ എത്തുമെന്നും മന്ത്രി ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മന്ത്രി വി അബ്ദുറഹിമാൻ, ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് എന്നിവർ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനമായിരിക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വഴിയാധാരമായ 100 കണക്കിന് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇതോടെ പരിഹാരമാകും. എത്രയും പെട്ടെന്ന് റെയിൽപാത പൂർത്തീകരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന അങ്കമാലി ശബരിമല റെയിൽപാതയ്ക്കാണ് ഇപ്പോൾ സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.